ഡിവൈഎസ്പി മിന്നൽ ബാബുവിനെ പറ്റിക്കാമെന്ന് ഈ നാട്ടിലെ ഒരു കുറ്റവാളിയും വ്യാമോഹിക്കണ്ട. കള്ളക്കഥകൾ ഉണ്ടാക്കി നിരവധി നാളാകെ ന്യൂസ് പരത്താണ്ട്. ഞാൻ അതിനെ പുറത്ത് കയറിയാണ് പറഞ്ഞാലോ? ആ കളി വേണ്ടിട്ട് നിങ്ങൾ വേണമെങ്കിൽ നടന്നു പോയെന്ന് പറഞ്ഞാൽ മതി. തന്നെ ഐതറേ ഞാൻ വേറെ നാല് എന്നോട് പറയട്ടെ. വെള്ളം വരുന്നില്ല. കൊമ്പങ്ങാട്ടിന്റെ കാര്യം നാട്ടിലുള്ള ആൾക്കാരോടാ പറയണ്ടേ. നിങ്ങൾ ഗൾഫുകാരായിട്ട് ഇതൊന്നും അറിയിട്ടില്ലേ? വാപ്പുട്ടിയാ വരുന്നു ഓനെത്തുണ്ടാവും എല്ലാ ന്യൂസും. ഷാറൂഖാൻ വന്നോ? ഷാറൂഖാൻ എന്നല്ല, ഞാനാണിത്. ഇമ്മച്ചേ മോട്ടോ ഓണാക്കിയാളി അത് ഇപ്പച്ചേനിയായി. ആ എല്ലാരും ഉണ്ടല്ലോ. സൗദി അറേബ്യക്ക് പോണോലൊക്കെ നവംബർ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതാ നല്ലേ. എന്തേ സൈനന്റെ കാര്യം ഇമ്മച്ചേറ്റ് അറിഞ്ഞോ? അതൊക്കെയാണ് ഇച്ചിരി പ്രശ്നമല്ലേ. വാട്സപ്പിൽ ബ്ലോക്ക് ആക്കി ഡിസംബർ കജുമ്പോത്തിന് പോയിക്കോളി. ആ മാർക്കാൻ സേവിലേ ഒരു കൊല്ലം 40 ആൾക്കാർക്ക് വെറുതെ സാധനം കൊടുക്കണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ വാപ്പുട്ടി ഞമ്മ ഇപ്പൊ ഉള്ളത് നമ്മളെ താമരശ്ശേരി ചുരത്തിലാതെ ഈടെ കോട മഞ്ഞ് കണ്ടിട്ട് നിർത്തിയതോ. അതൊന്നും അല്ലാന്ന്. എന്നാ പിന്നെ ഫേസ്ബുക്ക് അയക്കാനപ്പച്ച നിങ്ങൾ തന്ന വൈബാള് മൊത്തം അതിന്റെ ഉള്ളിലല്ലോ. ഇപ്പൊ അറിഞ്ഞോ? ഞാനറിയാതെ നമ്മളെ നാട്ടിൽ ന്യൂസ് വരുത്തുന്ന ആളാരാ? അറിയാത്ത നാട്ടുകാരുണ്ടല്ലോ. ഓല അറിയിച്ചെന്നാല് അച്ഛനൊരു ഉമ്മ കാണുന്നുണ്ട്. പക്ഷെ പല്ലട്ടിയാണ് മുറിയാവും. അടിപൊളി വൈബ്. ഫേസ്ബുക്കിൽ ബ്ലോക്ക് ആക്കിയ കാര്യപ്പെട്ട സാധനം പോയതാണ്. ഇമ്മച്ചേ മോട്ടോ ഓഫ് ആക്കിയാളി വെള്ളം വരുന്നുണ്ട്. ഇങ്ങോട്ടേ എത്താണ് ഇപ്പച്ചിന്റെ കാര്യപ്പെട്ട സാധനം പോയത്? ഇപ്പൊ പഴയ പോലല്ല, ഈച്ചൊക്കെ കുറെ കൂടിക്കണോ. ആക്കുറിഞ്ഞാക്കാ അറിഞ്ഞില്ലേ? എന്റെ പട്ടിച്ചെരുപ്പ് ഓട്ടം ഉണ്ടോയിന്ന്. പട്ടിച്ചെരുപ്പ് ഓട്ടം അതല്ല, എന്റെ ഓട്ടച്ചെരുപ്പ് പട്ടി കടിച്ചോണ്ടോയിന്ന്. അപ്പൊ ഇതൊന്നല്ലോ ഒന്ന് കടിച്ചോണ്ടാക്കിയ ഒരു സ്ത്രീയെ ഇന്നലെ നീ അപമാനിക്കാൻ നോക്കി. ഇന്ന് 17 പോലും തേഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് നീ വെടിവെച്ച് വന്നു. ഏത് മമ്മൂട്ടി വന്ന് ഇവിടെ കുടിച്ചാലും എനിക്ക് എന്റെ പൈസ ഉണ്ട് കിട്ടണം. ഇതിട്ട് വേണ്ടത് പല്ല് കോച്ചായിന്ന്. അത് നന്നായി. അമ്മായി വന്നോ? അമ്മായി അല്ല, നന്നായി എന്ന് പറഞ്ഞപ്പച്ചേ അത് മാണങ്ങൾക്ക്. ഞങ്ങളോട് എത്ര ദിവസമായി ഇവിടെ ഒരു സൂറാക്ക് മാങ്ങിയൊക്കെ പറഞ്ഞിട്ടേ. അത് തുപ്പത് അങ്ങോട്ടാണ്. പല്ല് തട്ടിട്ട് ഇവിടെ ചാടിയതാ. അതിന് ഓണ് കൊടുത്ത ദൈവത്തിന് കുടിച്ചായി അരക്കിനി ഞാൻ ചായ പോകാള് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതിനങ്ങനെ മാങ്ങിയാലും അതിന്റെ ഉള്ളിൽ വെക്കൂലല്ലോ. ഇതാണ്ട് പൊടിച്ചാണ്ട് കമ്പങ്കാട് പോയാ അങ്ങനെ പറഞ്ഞ് നടക്കല്ലേ. ഇരുമ്പിന്റെ ഗ്ലാസ് ഇങ്ങോട്ട് വാങ്ങിയോണ്ടേ. അതെന്തിന്? അന്റെ ചായയുടെ കൊണ്ട് എന്റെ പല്ലട്ടെ എത്ര ഗ്ലാസിന്റെ ഇവിടെ പൊട്ടിക്കണേ. എന്താണ് എനിക്ക് മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഒന്ന് വാങ്ങാൻ കിട്ടുക. നിങ്ങളെ ചങ്ങായില്ല പുളിഞ്ചോട് ഉസ്മാൻക്കാ മൂപ്പരെ വരി വെച്ചുക്കണു. അതിന് ചാപ്പ ഉപ്പ സാധനങ്ങളൊന്നും പറ്റൂല. മായും വെയിലും കൊണ്ടാ നാസാൻ പാടില്ല. അത് നാസാവൂല. ഞാൻ തന്നെ പ്രശ്നം കൂടിയുന്നേ. ഒരു ന്യൂസ് പറയാൻ വന്നാണ് ഞാൻ. അത് പറയാം ആദ്യം. 3rd ഗ്ലോബൽ ആനിവേഴ്സറിന്റെ ഭാഗമായി കൂടെ പറഞ്ഞ കമ്പനിന്റെ ആണ്. നിങ്ങൾ പോയി ചോദിച്ചു നോക്കി കേട്ടിക്ക. മറ്റേ ഏത് പട്ടിനെ തൊള്ളിയില്ല. മോട്ടർ ഒന്നും കൂടി ഓളാക്കാണ്. ദേവദൂതന്റെ ആശുപത്രിന്റെ പാടത്ത് എത്ത് വാർത്താണ് മാർക്കാൻ സേവില്ലേ. പുളിഞ്ചോട് എന്താ പുളിഞ്ചോടിന്റെ സെറ്റപ്പ്? പുളിഞ്ചോട് കോയെന്താ ഒറ്റച്ചെരുപ്പം തൂക്കി പിടിച്ചു. എന്റെ പാത്തുച്ച് കേക്കണ എന്റെ വീട്ടിൽ കുടിക്കല്ലേ ഞാൻ വരുമ്പോ വലിയൊരു ഫ്രിഡ്ജ് കൊണ്ടുവച്ചിന്ന്. എന്റെ കുഞ്ഞു ചെറിയ വാതിലുള്ളിൽ എങ്ങനെ കയറാനാ? ചാത്താ സേവിയറൊക്കെ കാട്ടിന്റെ ഉള്ളിലല്ല, അതിന് ആകെ 3 ഇറങ്ങണ്ടേ. ആ തേങ്ങന്റെ പൊളി കേട്ടെടുത്താ വേണ്ട. എന്തേ പോന്നു? എന്നോട് വർത്താനം പറയാൻ നേരല്ല. ഇത് എവിടെ വെച്ച് ഇത് വേങ്ങരുന്ന് തന്നെ ഇച്ചുമാണ് അങ്ങനത്തെ ഒന്ന് വാങ്ങാം. നല്ലതാണ്. അറിഞ്ഞൂടെ ബാബുട്ടിയാക്ക, സൗദി അറേബ്യയിലെ മാർക്കൻ 7ന്റെ 3rd ഗ്ലോബൽ ആനിവേഴ്സറി അല്ലേ? അതന്നെ അത് പറയാനായി. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ് ഞാൻ. ഐ ആം ഡ്രോയിങ് എ സാലറി ഓഫ് 2500 rupees. എത്ര ഈ കമ്പനിന്റെ പേര്? ചൂടൻ. ചൂടെന്നോ? ഒരു മനുഷ്യനെ ചൂടാന്ന് അന്നെ വിളിച്ചതല്ല, ചൂട്. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. അതിന് ബാപ്പുട്ടേജി എങ്ങനെ തിരിയാ? ഇന്നലെ കടിച്ച തന്ന മിഷൻസ് എക്സ്ട്രാ. MK വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഭിമാന ഭാജകമായിരുന്നു മിനിഞ്ഞാന്ന് വരെ. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് എന്റെ കഷ്ടകാലത്തിൽ എന്നാണ് കമ്പനിയുടെ പേര്. ചൂടെന്നാണ് ഇന്ന് ആദ്യം പറഞ്ഞത്. എന്നൊരു അടിയിൽ പോന്നിട്ടില്ലേ എല്ലാം. ചങ്കളെ നമ്മൾ ഇപ്പൊ ഉള്ളത് ചൂടൻ എന്ന് പറഞ്ഞ കമ്പനിന്റെ ഷൂ റാക്കിന്റെ വേങ്ങനുള്ള ഷോപ്പിലാണ്. ഇവര് ടാക്സി കയറി
അപ്പൊ ആരെ കൊന്നേച്ചോ ഇവിടുന്ന് പൊട്ടിച്ചിട്ടോ കാണാൻ കൊള്ളാവുന്നൊരു ചരക്ക് ടാക്സി കയറി സുന്ദരികളായ സൗദി അറേബ്യയിലുള്ള ആൾക്കാരോട് പറഞ്ഞ കാര്യമുള്ളൂ അതിനോട് പറഞ്ഞിട്ട് കാര്യം ഉടുക്കും പോലെ ജിന്റെ ഒപ്പം മൃഗാശുപത്രി വരെ വാ ഇച്ചൊരു ടീറ്റ് അടിച്ചോളാം. എന്റെ മേത് തുടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? പെണ്ണുങ്ങളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി. എന്ന് വെച്ച് തോന്നിയാൽ ഞാനില്ല കേട്ടോ. അങ്ങനെ പെണ്ണ് കയറി വന്നിട്ട് അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുവന്നില്ല. ഓ അതേതായാലും നന്നായി. പിന്നെ വലിയൊരു കട്ടുവി ഞാൻ കൊണ്ടുവരാൻ വിചാരിച്ചിരുന്നു. അത് പൊട്ടി എന്നോട് പറഞ്ഞു ഹോട്ടൽ ഇവിടെ വന്നു. എന്റെ മനസ്സ് അറിയാതെ ഇളകി പോയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് സമ്മതിക്കുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു കത്ത് പോസ്റ്റ് വെച്ചാൽ ആളെ കിട്ടത്തോണ്ട് ഞാൻ അതും കൊണ്ടുവന്നില്ല. പിന്നെ എങ്ങനെ ഞങ്ങളുടെ പെരേക്ക് വെറുങ്ങിച്ചിട്ട് വരച്ചിട്ട് ഞാൻ ഇടക്കിനെ നെടും അങ്ങോട്ട് വാങ്ങി. നിങ്ങള് കൊടുന്ന നിങ്ങളെ ചോദിച്ചു. ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ തുടങ്ങി എന്റെ കഷ്ടകാലം. മൂത്രം ഒഴിക്കാൻ വേണ്ടി സിനിമ തിരിലെ മൂത്രപ്പര കയറിയപ്പോ നിന്നല്ലേ ഇവിടെ ഇരുന്നാ സുക്കൂർ കൊടുത്ത പൈസ ആയിട്ട് എന്റെ പെരക്കാരി കുടിക്കാനുള്ള സാധനം കൊണ്ടുവന്നത്. നിന്റെ ബാപ്പ നിങ്ങളെ മാപ്പിളമാർക്ക് നിൽക്കുന്ന രണ്ട് തടിയന്മാർ ചോദ്യമല്ല ഉത്തരവല്ല അവിടുന്ന് അടിയും ഇടിയുന്നോയായ സംബന്ധി പരിപാടി പാൻകാർഡ് കൊണ്ട് കുത്തിർക്കല്ല, നല്ലോണം അധ്വാനിച്ചിട്ടൊക്കെ പൈസ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അല്ല ശുക്രാക്ക കൊടുത്തിട്ട് വേണ്ട. എന്റെ തമാശ കീർത്തുണി വാങ്ങാൻ ഒരു ഫ്ലാറ്റ് കൊണ്ടുപോയി. നീ പോസിറ്റീവ് കവറിന്റെ പുറത്ത് എല്ലാസം പറയണ എന്തായി അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ ഇല്ലാത്ത എന്റെ ബാപ്പത്തൊക്കെ കൊണ്ടു കാരണം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ മാണി വിശ്വസിച്ചാ മതി. ആകാശം ഇടിഞ്ഞു പോകുന്നില്ലല്ലോ. നീച്ചാളി ചാക്ലാസ് പഠിച്ചാളി ഇടിയുടെ ശക്തി കൂടി സോഡ ഒഴിക്കാതെ മൂക്കറ്റം മദ്യം എന്റെ വായിലും മൂക്കിൽ ഒഴിച്ചു തന്നിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന ഒഴുകി ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഓരോന്ന് വീട്ടിലോടും പിടിച്ച് നീച്ചാളി ചെരുപ്പല്ല അടുപ്പ് ഇനി ഇവിടെ ആങ്ങളെ പെങ്ങള് ഇങ്ങനെ കൂട്ടി ഞാൻ പിറ്റേ ഫ്ലാറ്റിൽ ചെന്നപ്പോ അവിടെ കിണവ് ചാടി കടിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു ജിജി 10 കൊല്ലം വാടക പേര് കിടന്ന് ഇറങ്ങിയില്ലേ ജിജി. എന്നിട്ട് പഞ്ചായത്ത് മെമ്പറി മാറ്റിക്കാണ്ട് പുതിയൊരു വീട് പന്റെ ഒരു അഹങ്കാരം. എന്റെ പേര് മുഴുവൻ കള പറഞ്ഞ മുഴുവൻ സത്യം. ഹോട്ടലിൽ ആ പെണ്ണെ കണ്ട് കാര്യം തിരക്കാൻ ചെന്നപ്പോ ചോര ഒളിപ്പിച്ചോണ്ട് നെടുന്നൂട് ഞാൻ ഇളക്കൊടി. നിന്റെ പെരക്ക് നെടുന്നൂടും ചെടി ചിലക്കാതെ ഇറങ്ങി പോടി. അന്നാണ് ഞാൻ കാത്തു നിൽക്കണത്. ആ പെണ്ണിന്റെ ദേഹത്തൊറ്റ വീഴ്ച. അടുത്ത മുറിയിൽ പറട്ട കളവന് പളവറ വെടിയും തുടങ്ങി. അത്ര എളുപ്പം പാത്തിട്ടാ ആ തള്ള ഇതുവരെ പോയിട്ടില്ലേ? ആ തള്ള ഇങ്ങോട്ട് വന്നാലേ ആ തള്ള നിങ്ങൾ മരിക്കാൻ ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഓടുകയും ചെയ്തു. ഇത് കൊല്ലെന്റെ ചവാണ് വേണ്ട ഈ കൊല്ല്. നിന്നെ കൊല്ലാനല്ല വളർത്താനാ കൊണ്ടുപോകുന്നത്. ഞാൻ മുറിച്ചും ഓലൊക്കെ വിചാരം ഇങ്ങളെ പൈസക്കാണ് ഈ പെരക്ക് കുടിക്കുന്ന സാധനം കൊണ്ടുവന്നാ. ഇന്റെ വാപ്പ അധ്വാനിച്ചാണ് പെരക്ക് കുടിക്കുന്ന സാധനം കൊണ്ടുവന്നത്. അല്ലെങ്കിൽ എല്ലായിടത്തുള്ളത് നിന്റെ കഥാപ്രസംഗം കോടതി മതി കേട്ടോടാ. നിന്റെ കഥാപ്രസംഗം കോടതി മതി. മരക്കള പെരക്കാരെ ഒരു വേറെക്കാണല്ലേ അളിയാ അളിയന് നല്ല പുതിയ അൽമാറ. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. തിരിയടാ പാത്തു അനക്ക് മാണ്ടി അൽമാറ. ഓന്റെ ഒരു ഒലക്കമ്മല അലമാറ. രാജോ വണ്ടി എടുത്തോ അല്ലെങ്കിൽ പള്ളിക്കാട്ട് കൊടുക്കും. വിട്ടോ അയ്യോ എന്റെ ഡ്രസ് മാറണം. ഡ്രസ്